ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവചനം കേൾക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കുന്ന ഓരോരുത്തർക്കും ഇന്നത്തേക്ക് വേണ്ടുന്ന മന്ന ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകി തരട്ടെ. 101 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 101:2. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. 101 സങ്കീർത്തനം 2 വാക്യത്തിനകത്ത് ആവലാതിയോടും പ്രാർത്ഥനയോടും ഒരു മനുഷ്യൻ ദൈവമുഖത്തേക്ക് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോഴാ നീ എൻ്റെ അടുക്കൽ വരുന്നത്? ആമേൻ. ഒരു പക്ഷേ മനുഷ്യന് വേണ്ടി കാത്തിരുന്ന്, മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, സ്നേഹിക്കുന്നവരെ കാണുവാൻ, അവരുമായി നല്ലൊരു ബന്ധത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന് മടുത്തുപോയവരായിരിക്കും നിങ്ങൾ. എന്നാൽ ഈ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ ഹൃദയംഗമായി ദൈവത്തോട് ചോദിക്കുകയാണ്, നീ എപ്പോഴാ എൻ്റെ അടുക്കൽ വരുന്നത്? ആമേൻ. ഇന്ന് രാവിലെ നമ്മുടെ അടുക്കലേക്ക് വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ. നിങ്ങൾക്കറിയാമോ, ആ സങ്കീർത്തന വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിലും ഭവനത്തിലുമൊക്കെ ചില ക്രമീകരണങ്ങൾ വരുത്തി. എന്നിട്ട് ദൈവമുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, ദൈവമേ, നീ എപ്പോഴാ എൻ്റെ അടുക്കൽ വരുന്നത്? നിങ്ങൾക്ക് ഓർമ്മ കാണും, സങ്കീർത്തനം പറയുന്നു, ദൈവമേ, ഞാൻ രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ആമേൻ. തിരുവചനത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മാൻ നീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ. ഇവിടെയെല്ലാം ദൈവസാന്നിധ്യവും ദൈവിക ഇടപെടലുകളും ദൈവവുമായുള്ള അറ്റുപോകാത്തൊരു ബന്ധത്തിനകത്ത് ജീവിക്കുവാൻ കൊതിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മിക അനുഭവങ്ങളാണ്. സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, എപ്പോഴാ എൻ്റെ വീട്ടിലോട്ട്, എപ്പോഴാ എൻ്റെ ജീവിതത്തിലോട്ട്? കുറെ കൂടെ ആഴത്തിൽ പറഞ്ഞാൽ, ദൈവമേ, എപ്പോഴാ എൻ്റെ വിഷയത്തിനകത്ത് നീ ഇടപെടുവാൻ തുടങ്ങുന്നത്? ഇന്ന് പകൽ അവിടെ നിർത്തി ഞാനൊരു ആലോചന പറയാം. ചില ക്രമീകരണങ്ങൾ വരുത്തി, ചില തീരുമാനങ്ങൾ എടുത്ത് ദൈവസന്നിധിയിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ അവരുടെ അടുക്കലേക്ക് വരുവാൻ കൊതിക്കുന്നൊരു ദൈവമുണ്ട്. ഈ വാക്യത്തിനകത്ത് ആഗ്രഹത്തോടെ, കൊതിയോടെ ഒരു മനുഷ്യൻ ചോദിക്കുകയാ, എപ്പോഴാ നീ എൻ്റെ അടുക്കൽ വരുന്നത്? തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത നേരത്ത് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകേണ്ടതിന് കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതം ദൈവം നമ്മുടെ അടുക്കലേക്ക് വരുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്ന, നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ദൈവം ഇടപെടുന്ന, കടുകട്ടിയായ ഭാരമേറിയ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ. നമുക്കറിയാം, മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ട് ലാസറിന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ കർത്താവ്, ഒരു പ്രതീക്ഷയുമില്ലാത്ത സമയത്ത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയപ്പോൾ യേശു ആ ഭവനത്തിനകത്തേക്ക് ചെന്നു. എന്തിനാ? ഒരടക്ക ശുശ്രൂഷ നടത്തുവാനും അനുശോചനം അറിയിക്കുവാനുമല്ല, പുനരുദ്ധാരണത്തിന്റെ ശക്തിയാൽ ലാസറിനെ പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവപുത്രൻ
ആ ഭവനത്തിലേക്ക് ചെല്ലുവാനിടയായി തീർന്നു. പ്രിയരെ, നമ്മുടെ വിഷയങ്ങളിലേക്ക്, നമ്മളിലേക്ക്, നമ്മുടെ ഭവനങ്ങൾക്കകത്തേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന ഒരു നല്ല ദിവസമായി തീരട്ടെ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും ദൈവമുഖത്തേക്ക് നോക്കി പറയാമോ, എപ്പോഴാ എൻ്റെ അടുക്കലേക്ക് വരുന്നത്? ആമേൻ. തിരുവചനം വായിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു സംഭവം എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ 5:2 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. താഴോട്ട് നാം വായിക്കുമ്പോൾ ആ കുളത്തിന്റെ കരയിൽ വ്യത്യസ്തമായ രോഗങ്ങളാൽ വലഞ്ഞ് ആവലാതിയോടെ ധാരാളം പേർ കിടപ്പുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാമോ? ഇതൊരു സാധാരണ കുളമല്ല. ഇവിടെ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും സമം. അവിടെ ദൂതൻ ഇറങ്ങി കുളം കലക്കാറുണ്ട്. ആരെങ്കിലും ആ കുളത്തിലേക്ക് ആദ്യം ഇറങ്ങിയാൽ ഏത് പ്രതിസന്ധിക്കകത്ത് ജീവിക്കുന്നവനും വലിയ വിടുതലോടെ, സന്തോഷത്തോടെ ആമേൻ മടങ്ങിപ്പോകുവാനായി കഴിയും. അങ്ങനെ അനേകം പേരുടെ സാക്ഷ്യത്തിന് മുഖാന്തരമായ ബെഥെസ്ദ കുളം നമുക്കറിയാം. ധാരാളം സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബെഥെസ്ദയുടെ അനേകം പ്രത്യേകതകൾ. നോക്ക, സാധാരണ ബെഥെസ്ദയിൽ വരുന്നത് ദൈവത്തിന്റെ ദൂതനാണ്. എന്നാൽ ഒരു ദിവസം ആ ബെഥെസ്ദ കുളത്തിലേക്ക് യേശു കടന്നു വരികയാണ്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും നീ എപ്പോഴാ എൻ്റെ അടുക്കലേക്ക് വരുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത്, എൻ്റെ വിഷയത്തിന് മറുപടി നൽകി തരുന്നതെന്നുള്ള ആവലാതിയോടും ആർത്തിയോടും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, ബെഥെസ്ദയിൽ സാധാരണ ദൂതന്മാരാണ് വരാറുള്ളത്. എന്നാൽ ഒരു ദിവസം യേശു കർത്താവ് ബെഥെസ്ദയിലോട്ട് വരികയാ. എന്തിനാണെന്നറിയാമോ? ഈ കുളത്തിൽ നിന്ന് പോലും വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ ദീർഘനാളുകൾ കൊണ്ട് ആവലാതിയോടെ ബെഥെസ്ദയുടെ കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ ഹൃദയത്തിന്റെ തേങ്ങലുകൾ, അവന്റെ അവസ്ഥ ആരും പറയാതെ ദൈവപുത്രൻ അറിഞ്ഞു എന്നതാണ് സത്യം. പ്രിയരെ, ധാരാളം പ്രാർത്ഥനകൾക്ക് പോയിട്ട്, ധാരാളം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട്, പ്രവാചകന്മാരുടെയും പ്രവാചകിമാരുടെയും ആലോചനകൾ കേട്ടിട്ട് വിഷയങ്ങൾക്കകത്തൊരു വിടുതലില്ലാതെ ഇന്ന് രാവിലെയും ഭാരത്തോടെ നീറി ആകുലതയോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ ബെഡ്റൂമിനകത്ത്, നിങ്ങളുടെ കിച്ചനകത്തേക്ക്, നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ഓഫീസിൽ അല്ല, ഒരു വാഹനത്തിനകത്ത് ഇരുന്നു കൊണ്ടാണ് ഈ സന്ദേശം ശ്രദ്ധിക്കുന്നതെങ്കിൽ, എവിടെയോ ആയിക്കോട്ടെ, ബെഥെസ്ദയിലേക്ക് നടന്നു വന്ന ദൈവപുത്രനായ യേശു ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇടപെടേണ്ടതിന് ഇറങ്ങി വരുന്ന അനുഗ്രഹത്തിന്റെ പ്രഭാതമായി തീരട്ടെ. നമുക്കറിയാം, ആ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 6-ാം വാക്യം വായിക്കുന്നത്, അവൻ കിടക്കുന്നത് യേശു കണ്ടു. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. അവനെ കാണുകയും അറിയുകയും ചെയ്ത കർത്താവ് ആർക്കും അറിയാത്ത ഒരുപാട് വേദനകൾ, ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ഭാരത്തോടെ കിടക്കുന്ന, ഭാരത്തോടെ ജീവിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അടുക്കൽ വരുന്ന യേശുവിനെ കുറിച്ച് ഈ രാവിലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വാക്യം പറയുന്നു, യേശുവിനോട് ചോദിക്കുകയാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അവന്റെ മറുപടി 7-ാം വാക്യത്തിനകത്തുണ്ട്, എനിക്കാരുമില്ല, എല്ലാവരും തഴഞ്ഞു, എല്ലാവരും മടുത്തു, സഹായിച്ചവർ സഹായം നിർത്തി, ആരും ഇവനെ കുളത്തിലേക്ക് ഇറക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാൻ ഇപ്പോൾ മെനക്കെടാറില്ല. കാരണം നാളുകൾ പഴക്കമുള്ള ഈ വിഷയമാണ്. ഞാൻ പറയാം,
ഈ ബെഥേസ്ത കൊണ്ട് ഒരു മാറ്റം വരത്തില്ല എന്നുള്ള മാനസികാവസ്ഥയിൽ അവൻ കിടക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ ചെന്നു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും ഒന്നും ഒരു വിടുതൽ കിട്ടത്തില്ലെന്ന് ലോകവും പിശാചും സാഹചര്യവും ഒരുപോലെ പറഞ്ഞ് തടിച്ച മനസ്സുമായി ആകുല ചിന്തകളോടെ വിടുതലില്ലല്ലോ എന്ന നിരാശയോടെ ഭാരത്തോടെ ജീവിക്കുന്ന നിങ്ങളുടെ അടുക്കലേക്ക് ഈ തിരുവചനം ഒരു ദൂതായി ഇറങ്ങി വരുന്നു. അത് വലിയ വിടുതലുകളെ ചെയ്യുവാൻ, അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന് തിരിച്ചറിയുക. നിങ്ങളെ കിടത്തിയ, നിങ്ങളെ തകർത്ത, നിങ്ങളെ ആകുലരാക്കിയ വിഷയം ഏതോ ആയിക്കോട്ടെ, ഇന്ന് പ്രഭാതത്തിൽ യേശുവിന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവപ്രവൃത്തികൾ, വലിയ വിടുതലുകൾ, വലിയ അത്ഭുതങ്ങൾ യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഈ നല്ല പ്രഭാതം ഇടയായി തീരട്ടെ. ആമേൻ. നിശ്ചയമായും ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ഒരത്ഭുതം ചെയ്യേണ്ടതിന് യേശു നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, ആ വിഷയം ദൈവം ഏറ്റെടുക്കുന്നത് കൊണ്ട് നന്ദി. തിരുസാന്നിധ്യം അനുഭവിക്കട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.